വാത്സല്യമുള്ള സഹോദരങ്ങളെ, ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ പ്രത്യേകമായി സഹനങ്ങളിൽ നമ്മളെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ സഹനങ്ങളെ ദൈവികമായ ചിന്തകളോടെ കാണാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പാപത്തെ ചെറുത്തു തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ലോകത്തെ പരാജയപ്പെടുത്താൻ നമ്മളെ കൂടെ നിന്ന് സഹായിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കാം. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ നിത്യസഹായക, കൂടെ നിന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നവനെ, അഭിഷേകം ചെയ്യുന്നവനെ, പാപത്തെയും ലോകത്തെയും ചെറുത്ത് തോൽപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന് ആയുധമായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ, ഞങ്ങളെ സഹായിക്കുന്ന ആത്മാവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരിക, ഓരോരുത്തരും വന്ന് നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഈ അരമണിക്കൂർ സമയം വചനം കേൾക്കാൻ ഇവരുടെ ഹൃദയ വയലുകളെ ഒരുക്കണമേ. നല്ല നിലത്ത് പാകിയ വിത്ത് പോലെ അത് 100 മേനി 60 മേനി ഫലം പുറപ്പെടുവിക്കാൻ പാകത്തിന് ഇവരുടെ ഹൃദയ വയലുകളെ ഒരുക്കി വിശ്വാസത്തെ വളർത്തി അഭിഷേകത്തെ വർദ്ധിപ്പിച്ച് വചനത്തിൻ്റെ വലിയ ആഴത്തിലേക്ക് കടക്കാൻ സഹായിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. അഭിഷേകം നിറയട്ടെ, ഓരോരുത്തരുടെ മേൽ അഭിഷേകം നിറയട്ടെ. വചനത്തിനുവേണ്ടി ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, മനസ്സുകൾ തുറക്കപ്പെടട്ടെ, ചിന്തകൾ ഏകാഗ്രതമാക്കപ്പെടട്ടെ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരിക, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സമയത്ത് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മാവിൽ പുതിയ അഭിഷേകം പ്രാപിക്കാൻ ഇടയാകുന്നതിന് അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് ഉറക്കെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾക്കൊരു ഷെയ്ക്കാൻ കൊടുത്തിട്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് ആശംസിക്കാം. എന്നിട്ട് വലതുകരം ഉയർത്തി എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കാം. തുടർന്ന് രണ്ടാം ദിവസത്തെ ധ്യാനത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആത്മാവിൻ്റെ മറ്റൊരു തലത്തിലുള്ള മനുഷ്യജീവിതത്തിൽ ഇടപെടലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പാപസാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ലോകമോഹങ്ങൾ തേടി വരുമ്പോൾ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് അതിൽ വീഴാതെ അതിനെ അതിജീവിച്ച് അതിനെ തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, സഹായിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:8 അതിങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിനോട് ചേർന്ന് കഴിയുമ്പോൾ, ആത്മാവിൽ ഒന്നായി ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവായ ദൈവമാകുന്ന ആ വ്യക്തിയായ ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ ജീവിതം അങ്ങോട്ട് ആയി കഴിയുമ്പോൾ പിന്നെ ആത്മാവ് നമുക്ക് ബലമായി തീരുകയാണ്. എന്തിനുള്ള ബലമാണ് കൂടുതൽ നൽകുന്നത്? ഈ ലോകമോഹങ്ങളെ തോൽപ്പിക്കാൻ. നമ്മുടെ കൺമുമ്പിൽ പാപസാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അതിനെ ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളയാൻ ഒരു ബലം നമ്മുടെ ആത്മാവിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അങ്ങോട്ട് തരും. എഫെസ്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പൗലോസ്ലീഹ പറയാണ്, അതായത് അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം ദൈവം തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് നമ്മൾ ശക്തിപ്പെടുത്തണമെന്ന് പൗലോസ്ലീഹ പറയാണ്. പിന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തുടർന്ന് ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് നമ്മുടെ ആന്തരിക മനുഷ്യനെ, ആന്തരിക വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തണം. നമുക്ക് ബാഹ്യമായ
മനുഷ്യനുണ്ട്, ആന്തരിക മനുഷ്യനുണ്ട്. ബാഹ്യമായ ശക്തി, ആന്തരിക ശക്തി. ഇവിടെ നമ്മുടെ ആന്തരിക ശക്തി ബലം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് ലോകത്തെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. നമ്മുടെ ബാഹ്യശക്തി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ആ എനർജിയാണ്, അതിൻ്റെ ആരോഗ്യമാണ്, കഴിവാണ്, അതൊക്കെ ബാഹ്യമായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ആന്തരിക വ്യക്തിത്വമുണ്ട്. ആന്തരിക വ്യക്തിത്വം ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആന്തരിക വ്യക്തിത്വത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആ ആന്തരിക വ്യക്തിത്വത്തിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നീങ്ങുകയും ആന്തരിക വ്യക്തിത്വം നമ്മളെ പാപത്തെ ചെറുത്തു തോൽപ്പിക്കാൻ വലിയ കഴിവുള്ളതാക്കി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അല്ലാണ്ട് നമ്മൾ മാനുഷികമായ വിധത്തിൽ കിടന്ന് പരിശ്രമിച്ചാലൊന്നും നമുക്ക് പാപത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറയുന്ന റോമാലേഖനം 7:19, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനല്ല അത് ചെയ്യുന്നത്, എന്നിൽ കുടികൊള്ളുന്ന എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു പാപത്തോടുള്ള ചായ്വുണ്ട്, ഒരാസക്തി ഉണ്ട്, ലോകത്തോടൊരു അറ്റാച്ച്മെൻറ്റ് നമുക്കുണ്ട്. അത് മാനുഷികമായ രീതിയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് അതിനെ തോൽപ്പിക്കാൻ എളുപ്പമല്ല. എന്നാൽ തോൽപ്പിക്കാൻ പറ്റും. എങ്ങനെയാണ്? ദൈവാത്മാവിൻ്റെ ശക്തിയാൽ അതിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം. അതിനാണ് ദൈവം നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ തൻ്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തുന്നത്. ഒരു കാലിലേ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഛേ പോട്ടെ എന്ന് പറഞ്ഞാൽ പാപം പോകൂ? ഒരിക്കലില്ല. ഛേ പോട്ടെ എന്ന് പറഞ്ഞാൽ പോണൊരു സാധനമല്ല പാപം. അല്ലെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുന്നല്ല. ഞാൻ ഇനി പാപം ചെയ്യില്ലെന്ന് മാനുഷികമായ ബുദ്ധിയിൽ പറഞ്ഞാൽ നമ്മൾ അടുത്ത സെക്കൻഡിൽ വീണു പോകും. അനേകരുടെ ജീവിതം, നമുക്ക് മുമ്പേ ജീവിച്ചു പോയ ഒരുപാട് പേരുടെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഒരു വ്യക്തി അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ പാപത്തെ തോൽപ്പിക്കാൻ പറ്റും. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ കരിസ്മാറ്റിക് യുഗത്തിലും അനേകരുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരുപാട് പേര് പല ബലഹീനതകളും മാറ്റാൻ പറ്റാതെ വിഷമിക്കുന്നവർ കാണും. ദാനിയേലിൻ്റെ പുസ്തകം അധ്യായം 13:22 മുതലുള്ള വാക്യങ്ങൾ നാം അതിനൊന്ന് വായിക്കാം. സൂസൻ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. സത്യമാണത്. എല്ലാ തരത്തിലും ഈ സ്ത്രീ അകപ്പെട്ടു. ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ്, സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. എങ്കിലും എൻ്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ കയ്യിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് അവൾ ഉറക്കെ അങ്ങോട്ട് കരഞ്ഞു. നീ ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഒരു വ്യക്തി മാനുഷികമായി നിങ്ങളൊന്ന് വിലയിരുത്തുക, എല്ലാ വിധത്തിലും അകപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ മാനുഷികമായിട്ട് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സൂസനിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, എന്തായാലും എൻ്റെ ജീവിതം പോയി. ഇവരുടെ കയ്യിൽ അകപ്പെട്ടാൽ ഒരുപക്ഷെ സമൂഹത്തിൽ മാന്യമായ ഒരു ജീവിതം ഇനിയും തുടരാം. കാരണം അത് രഹസ്യ പാപമാണ്, ആരും അറിയത്തില്ല. ഇവർ രണ്ടുപേരെ, സൂസനെയും പിന്നെ ദൈവം അറിയുള്ളൂ. ഭർത്താവ് അറിയത്തില്ല, നാട്ടുകാരറിയത്തില്ല, ബന്ധുക്കൾ അറിയത്തില്ല, ആരും അറിയില്ല. എന്നാൽ അറിയുന്ന ഒരാൾ ദൈവമുണ്ട്. അപ്പം അതൊരു കെണിയായിട്ട് ഇവളുടെ മുമ്പിൽ നിൽക്കുന്നു. ഇനി ഇവൾ സമ്മതിച്ചില്ലെങ്കിലോ സംഭവിക്കാൻ പോകുന്ന മറ്റു ദുരന്തം എന്താ? ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് ആ നാട്ടിൽ മുഴുവനും അന്ന് വരെ ഇവൾക്കുണ്ടായിരുന്ന സൽപ്പേര് മുഴുവനും നശിപ്പിച്ചു കളയും. അത് സൂസനയ്ക്ക് മനസ്സിലായി. അതിൻ്റെ അവസാനം എന്താ? ഇങ്ങനത്തെ പാപം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലും, മരണം. ഇതിൻ്റെ രണ്ടിൻ്റെ അങ്ങോട്ട് ഇടയ്ക്ക് കിടന്ന് ഈ സ്ത്രീ സ്ട്രഗിൾ ചെയ്യാണ്. പാപം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആരും അറിയാത്തോടത്തോളം കാലം മാന്യമായിട്ട് ജീവിതം, ഈ ഭൗതിക ജീവിതം മുമ്പോട്ടുണ്ടാകാൻ പറ്റും. എന്നാൽ ആത്മാവിൽ അത് മരണമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ നമ്മുടെ ഉള്ളിൽ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാരെല്ലാം കൂടെ കൂടി മദ്യം വിളമ്പി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാൻ പ്രേരണ വരികയാണ്. അവർ പ്രേരിപ്പിക്കുകയാണ്, നീ ആണാണോ അല്പം കഴിക്കുക, അത് തെറ്റാണെന്നറിയാം, പാപാണെന്നറിയാം, ഉപേക്ഷിച്ചതാണെന്നറിയാം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മുടെ ആന്തരിക വ്യക്തിത്വം, ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ച് നിന്നാലാണ് അതിനോട് നോ പറയാൻ പറ്റുള്ളൂ. സൂസന്ന പറയുന്ന വാക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ വിധത്തിലും ഞാൻ അകപ്പെട്ടു, ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ്. ഏത് മരണം? ആത്മീയ മരണം. ആത്മാവ് തീർന്നു. ദൈവത്തിനെതിരെ തെറ്റിയത് ആത്മാവ് തീർന്നു. രണ്ടാമത്തത് എന്താ? നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ അവസ്ഥയിൽ പാപത്തെ ഉച്ഛിഷ്ടം പോലെ എറിഞ്ഞു കളയാൻ, മരണത്തെ പുൽകാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന
ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. ചിത്രം പറഞ്ഞേ ഹാലേലൂയ. ഒരു പക്ഷേ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമുക്ക് നിരാശയൊക്കെ കയറി, വേദനയൊക്കെ കയറി, പല പാപ വഴിയിലൂടെ നമ്മൾ പോയിട്ടുണ്ടാകും. ഇനി തിരിച്ചു വരില്ല എന്നുള്ള ചിന്തയിലായിരിക്കും ഇപ്പോൾ പലരുടെ ഇരിപ്പ്. വിഷമിക്കരുത്. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഒക്കെ നീ ചെയ്തു കൂട്ടിയ ആ പാപത്തിൽ നിന്നും ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തോൽപ്പിച്ച് അതിന്മേൽ വിജയം നേടാനുള്ള കരുത്തും നിനക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? അതായത് നമ്മൾ പലപ്പോഴും മാനുഷിക ബലം കൊണ്ടാണല്ലോ പലതിനെയും തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. അതല്ല, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കണം. അപ്പസ്തോലന്മാരുടെ മുമ്പിൽ ആ 12 പേരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അപ്പസ്തോല പ്രമാണി ഒരു ഡയലോഗ് കൊണ്ട് കാച്ചി. എന്താ ഡയലോഗ് പറഞ്ഞത്? എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാൽ ഞാൻ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞു. അത് മാനുഷിക ബലത്തിൽ പറയുന്ന വാക്കാണ്, ആത്മാവിൻ്റെ ബലത്തിൽ പറഞ്ഞ വാക്കല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചിട്ട് പറഞ്ഞ കാര്യമല്ല. മാനുഷികമായ ബുദ്ധിയിൽ ആശ്രയിച്ചിട്ട് അദ്ദേഹം ചുമ്മാ അങ്ങ് തട്ടിവിട്ടതാണ്. ഈ കൂടെ ഉള്ളവരൊക്കെ 11 പേരും നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ തള്ളിക്കളയത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഇതൊക്കെയല്ലേ നമ്മുടെ അവസ്ഥ. ചില മദ്യപാനികൾ പറയുന്നൊരു ഡയലോഗുണ്ട്, മനസ്സ് വെച്ചാൽ ഞാൻ കള്ളുകൂടി നിർത്തും. പക്ഷെ അവർ മനസ്സ് വയ്ക്കത്തില്ല, വയ്ക്കാൻ പറ്റില്ല. അതിനകത്ത് അവർ ബലഹീനരാണ്. ഇവിടെ മാനുഷികമായ ബലഹീനതകൾ നിമിത്തം ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാതെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന നമ്മുടെ ദയനീയ അവസ്ഥ അംഗീകരിക്കണം. അല്ലാണ്ട് ഞാനത് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുമ്പോൾ ഈ സൂസന്നയെ പോലെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ സാധ്യമല്ല, വീണുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂസന്നെ ഉറക്കം നിലവിളിച്ചു. അവളെടുത്ത തീരുമാനം എന്താ? ദൈവത്തിൻ്റെ ആത്മാവിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിലെ മരണത്തെ പുൽകാൻ അവൾ അങ്ങോട്ട് തീരുമാനിച്ചു. അത് മാനുഷികമായിട്ട് തീരുമാനിക്കാത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറേയൊക്കെ പാപം ചെയ്താലും ആരും അറിയാതിരുന്നാൽ പോരെ, അതൊക്കെയാണല്ലോ പലരെയും ചിന്ത. എൻ്റെ സഹോദരങ്ങളെ, ഇത് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്യുജ്വലമായ ഒരു ശക്തിയിൽ ആശ്രയിച്ച് നിലനിന്ന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ബലത്തിൽ, പരിശുദ്ധാത്മാവ് കൊടുത്ത ശക്തിയിൽ മാത്രമേ നമുക്ക് ആ പാപത്തെ തോൽപ്പിക്കാനോ മരണത്തെ സ്വീകരിക്കാനോ പറ്റുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, അതാണ് സത്യം. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാനാണ് ആ പാപത്തെ തോൽപ്പിച്ചെന്നൊക്കെ പലരും പറയുമെങ്കിലും അവരറിയാത്ത ദൈവിക ആ ഒരു ചൈതന്യം അവരെ താങ്ങി നിർത്തിയെന്നോ അവർ അംഗീകരിക്കത്തില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യത്തിൽ നിന്ന്, ചില മോഹങ്ങളിൽ നിന്നോ, ചില പാപ സാഹചര്യങ്ങളൊക്കെ രക്ഷപ്പെട്ട്, ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, എൻ്റെ കഴിവുണ്ടെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അവിടെ നിന്നെ സഹായിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ആത്മാവിൻ്റെ ബലമില്ലാതെ ഇത് നടക്കില്ല. അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് പറഞ്ഞത്, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹാലേലൂയ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബലഹീനതകളിൽ നിരാശപ്പെടാതെ അങ്ങോട്ട് ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ പ്രത്യാശയോടെ അങ്ങോട്ട് മുന്നേറുക. ദൈവത്തിൻ്റെ ആത്മാവിനെ, അതായത് നമ്മളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് എനിക്ക് ഈ പാപത്തെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് അനുദിനം ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ആത്മാവ് നമ്മളെ സഹായിക്കും. നമ്മൾ സ്വയം ചെയ്തോളാന്ന് പറഞ്ഞാൽ പിന്നെ സഹായത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആണല്ലോ യേശു പറഞ്ഞ്, ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ലേ, വിശുദ്ധ എന്ന് വെച്ചാൽ നമ്മുടെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന് ശേഷം നമ്മൾ കാണുന്നില്ലേ, മരിയ ഗൊരേത്തി ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗം. എങ്ങനെയാണ് ആ പാപത്തെ തോൽപ്പിച്ചത്? നല്ല ഭക്തിയുണ്ട്, നല്ല വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. കടാരയുമായി മുമ്പിൽ നിൽക്കുന്ന അലക്സാണ്ടർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിന് അവൻ പ്രേരിപ്പിച്ചു, പ്രേമിക്കാൻ വിളിച്ചു. ഒന്നിനും അവൾ കീഴടങ്ങിയില്ല, ദേഹത്തോടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആത്മാവിൽ പറഞ്ഞ വാക്കാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പിന്നീടുള്ള പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവൾ ഭീഷണി മുഴക്കി കൊല്ലാൻ തുടങ്ങി. ഒന്നിലും അവൾ വീഴില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ എളിയിലുണ്ടായിരുന്ന കടാരി ഊരി 14 കുത്തുകുത്തി ആ 13 വയസ്സുകാരി രക്തം വാർന്നൊഴുകി നിലത്തേക്ക് വീഴുമ്പോൾ കണ്ടോ, ആത്മാവിൻ്റെ ബലം കൂടാതെ, ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മ ശക്തി കൊണ്ടല്ലാതെ ഈ മരണം വരിക്കാൻ ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യർക്ക് പറ്റുമോ? എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ നമ്മൾ ബലഹീനരാണ്, നമ്മൾ അശക്തരാണ്. ലോകത്തെ കീഴ്പ്പെടുത്താൻ, പാപത്തെ തോൽപ്പിച്ച് മുന്നേറാൻ നമ്മളിൽ കുടികൊള്ളുന്ന
ഈ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അല്ലാതെ ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ചിത്രം പറഞ്ഞേ ഹാലേലുയ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ വ്യത്യാസം വരും. ആദ്യം പാപത്തിൽ ജീവിച്ച് പിന്നെ ആത്മാവിൻ്റെ ബലത്തിൽ അതിൽ നിന്ന് മാറിയ വ്യക്തിയാണ് നമ്മുടെ അഗസ്തീനോസ്. എന്തുമാത്രം മ്ലേച്ഛ വഴിയിലൂടെ സഞ്ചരിച്ച ആളാണ്, എന്തുമാത്രം പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന വ്യക്തിയാണ്. എല്ലാം ഉപേക്ഷിച്ചു, ദൈവത്തിലേക്ക് മടങ്ങി, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു, ആത്മീയ ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാൻ ആരംഭിച്ചു. വലിയ വ്യത്യാസമല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ പണ്ട് പാപം ചെയ്തിരുന്ന, പണ്ട് കൂട്ടുകൂടിയിരുന്ന ഒരു സ്ത്രീ അഗസ്റ്റിനോട് പറയുന്നുണ്ട്, അഗസ്റ്റിൻ, നമുക്ക് പഴയതുപോലെ കമ്പനി കൂടണ്ടേ, പാപം ചെയ്യണ്ടേ? അപ്പോൾ അഗസ്റ്റിൻ പറയുന്നത് എന്താ? അഗസ്റ്റിൻ മരിച്ചുപോയി. ഉണ്ടോ? ആ വാക്കുണ്ടോ? അഗസ്റ്റിൻ മരിച്ചുപോയി. പണ്ട് അതേ സ്ത്രീയുടെ കൂടെ ഒരുപക്ഷെ പാപം ചെയ്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള പാപത്തിൻ്റെ വഴിയെ സഞ്ചരിച്ച ആളാണ്. ഇപ്പം എങ്ങനെയാണ് അതിന് ഉച്ചിഷ്ടം പോലെ കരുതുന്ന വാക്ക് പുറത്തേക്ക് വന്നത്? അങ്ങനെ പറയാൻ പറ്റുന്നത്? ഹല്ലേലൂയ. അതാണ് ഒരു വ്യക്തി ആത്മാവിൽ അവൻ്റെ ആന്തരിക വ്യക്തിത്വത്തെ നവീകരിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവം നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ, നവീകരിച്ച് കഴിയുമ്പോൾ, ബലപ്പെടുത്തി കഴിയുമ്പോൾ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ പാപ സാഹചര്യത്തെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ വ്യക്തിത്വത്തെ സഹായിക്കും. നമുക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മളെ ഇപ്പോൾ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ സാത്താൻ്റെ പ്രവൃത്തികളെ തോൽപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന് 39-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകം 39:10. അവിടെ നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ പൂർവ്വ ജോസഫാണ്. നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന സംഭവമാണ്. എങ്കിലും ദൈവാത്മാവിൻ്റെ ബലത്താൽ ആ വ്യക്തി എങ്ങനെയാണ് ലോകത്തെ പാപസാഹചര്യങ്ങളെ, പാപപ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ ദൈവവചന ഭാഗം നമ്മളെ സഹായിക്കും. അതായത് ഇപ്പോൾ അടിമ സ്വതന്ത്രനല്ല, യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത വ്യക്തിയാണ്. ഈജിപ്തിലെ ഫറവയുടെ കാലാൾപ്പടയുടെ സേനാധിപനായ പോത്തിഫറിൻ്റെ വീട്ടിൽ അടിമയായിട്ട് ജോലിക്ക് നിൽക്കുന്നു. ഈ സമയത്ത് പോത്തിഫറിൻ്റെ ഭാര്യ, ഇവൻ സുമുഖനും സുന്ദരനുമായിരുന്നു, പോത്തിഫറിൻ്റെ ഭാര്യ പാപത്തിന് പ്രേരിപ്പിക്കുന്നു. എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടുള്ള കാര്യമാണ്. എങ്കിലും ഈ ആത്മാവിൻ്റെ ബലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. അതായത് അനുദിനം അവൾ പറഞ്ഞിട്ടും, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ് 10-ാമത്തെ, അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ അടുത്തിരിക്കാനോ അവളുടെ കൂടെ ശയിക്കാനോ ജോസഫ് തയ്യാറായില്ല. അവൻ ചെറുപ്പക്കാരനല്ലേ, അവൻ്റെ ശരീരത്തിലും ജഡത്തിൻ്റെ ആഗ്രഹങ്ങളില്ലേ. ഇതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. അപ്പം നമ്മൾ ആത്മീയ മനുഷ്യരാണ്. റോമ 8:13, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. അപ്പോൾ ജഡത്തിൻ്റെ പ്രവണതകളെ, റോമ 8:13, റോമാലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം, ജഡികരായി ജീവിക്കുന്നെങ്കിൽ തീർച്ചയായും മരിക്കും. എന്നാൽ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിഹനിക്കുക, കൊല്ലുക, വേണ്ടാന്ന് വയ്ക്കുക, ഉപേക്ഷിക്കുക, എതിർത്ത് തോൽപ്പിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പൗലോസിനെ മറ്റൊന്നും പറയുന്നില്ല. നിങ്ങൾ ബലം പിടിച്ച്, നിങ്ങളുടെ ശക്തി കൊണ്ട്, ബോധ്യം കൊണ്ട് നിങ്ങൾ അതിനെ തോൽപ്പിക്കുക അല്ല. ഇവിടെ തോൽപ്പിക്കാൻ പറയുന്നത് എന്തിൻ്റെ ബലത്തിലാണ്? നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഈ ജഡത്തിൻ്റെ വാസനകളെ, പാപത്തിൻ്റെ ആസക്തികളെ, ലോകത്തിൻ്റെ മോഹങ്ങളെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റുമെന്നാണ് പൗലോസ് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും. അതേത് മരണമാണ്? ആത്മാവിലുള്ള മരണമാണ്. എന്നാൽ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ജഡത്തിൻ്റെ താല്പര്യങ്ങളെ നമ്മൾ നിഹനിക്കുന്നെങ്കിൽ നമ്മൾ ജീവിക്കും. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ ഒരവസ്ഥയിൽ ഒരു സ്ത്രീ അനുദിനം ഒരു ചെറുപ്പക്കാരനെ പാപത്തിന് വിളിച്ചാലോ, നിങ്ങളാണ് എന്തു ചെയ്യും? പ്രൈസ് ദി ലോർഡ്. വിളിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് സഹോദരങ്ങളെ, ഇവിടെ ഒരു സത്യമുണ്ട്. ഇവൻ 17-ാമത്തെ വയസ്സിൽ വിറ്റതാണ്. 30 വയസ്സായപ്പോഴാണ് അവൻ ഈജിപ്തിൻ്റെ സൈന്യാധിപനാകുന്നത്. അപ്പോൾ ഏകദേശം 10-25 വയസ്സ് കാണും. എത്ര വർഷം ജയിലിൽ കിടന്നെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ 10-25 വർഷം ചോര തിളയ്ക്കുന്ന പ്രായം.
യജമാൻ്റെ ഭാര്യ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ അവന് കിട്ടും. മാനുഷികമായി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ആ പാപത്തിന് അങ്ങോട്ട് സമ്മതിക്കുകയാണെങ്കിൽ അവിടെ രാജാവിനെ പോലെ അവന് വാഴാൻ പറ്റും. അവൾ റെക്കമെൻഡ് ചെയ്യും. പല കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാകും. ഭർത്താവിനെ നിയന്ത്രിക്കുന്നവളാണ് അവൾ. പല കാര്യങ്ങൾ നടക്കും. പ്രിയപ്പെട്ട ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ഒന്ന്. എന്നാൽ ഉള്ളിലെ ആത്മാവ് അതിനെ അനുവദിക്കുന്നില്ല. പരിശുദ്ധാത്മാവ്, ഈ ജോസഫിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ചൈതന്യം നോക്ക്, ആ സ്ത്രീയുടെ അധമവാസനകളെ തോൽപ്പിച്ച് പാപത്തെ പരാജയപ്പെടുത്തി മുന്നേറാൻ അദ്ദേഹത്തെ സഹായിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്ര നീചമായി പ്രവർത്തിച്ച് എങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുന്നത്? ജോസഫ് ചോദിക്കുക, എത്ര നീചമായി പ്രവർത്തിച്ച്, ഇവിടെ എല്ലാ സ്വാതന്ത്ര്യം എനിക്കുണ്ട്, നിങ്ങളുടെ മേൽ മാത്രം അവകാശം അധികാരമോ അവൻ എനിക്ക് തന്നിട്ടില്ല, അത് അവൻ്റെ ഭാര്യ നിങ്ങളായതുകൊണ്ടാണ്. എന്നിട്ട് ജോസഫ് പറയാണ്, ഇത്ര നീചമായി പ്രവർത്തിച്ച് എങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത്? എന്നിട്ട് അവളുടെ കൂടെ ഇരിക്കാനോ സഹിക്കാനോ അവൻ തയ്യാറായില്ല, മാറി മാറി നടന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോസഫ് ഭവനത്തിൽ ജോലിക്ക് പ്രവേശിച്ചു. വേലക്കാരും ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീ സൂത്രത്തിൽ കയറി അവൻ്റെ വസ്ത്രത്തെ കയറി പിടിച്ചു. നോക്ക്, ജോസഫ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എങ്ങനെ ബലം? ഞങ്ങനെ ചിന്തിക്കുക, എങ്ങനെ ബലം? എത്രയോ മനുഷ്യർക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. എത്രയോ പേരുടെ ജീവിതത്തിൽ നമ്മളിത് വെളിവാക്കപ്പെട്ട് കണ്ടിട്ടുണ്ട്. അല്ലെ മരിയ ഗോരിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ജോസഫിനെ പോലെ, സൂസനെ പോലെ, മരിയ ഗോരിയത്തിയെ പോലെ, പത്രോസ് ആദ്യം പത്രോസ് സ്വന്തം ശക്തിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും 3 പ്രാവശ്യം ഈശോയെ തള്ളി പറഞ്ഞ് പാപമൊക്കെ ചെയ്തിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ബലം നമ്മൾ പഠിക്കുന്നുണ്ട്. വിശുദ്ധ വചനത്തിൽ എത്രയോ ശക്തിയോടെയാണ് അദ്ദേഹം പിന്നീട് പാപത്തെയൊക്കെ തോൽപ്പിച്ചും ലോകത്തെയൊക്കെ തോൽപ്പിച്ചും എൻ്റെ ഗുരു മരിച്ചതുപോലെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് തലകീഴായി മരിക്കുന്ന ആത്മധൈര്യമൊക്കെ പ്രാപിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും. എത്രയോ പേരാണ് നമ്മുടെ സമൂഹത്തിൽ പണ്ടത്തെ പാപമൊക്കെ ഉപേക്ഷിച്ച് നല്ല വിശുദ്ധിയോടെ കൃപയിൽ നിൽക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ്? അവരുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ്, മാനുഷിക ബലം കൊണ്ടല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-ാം ദിവസമായ ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് ജഡവാസനകൾ എൻ്റെ ഉള്ളിലുണ്ട്. ജോസഫിനെ പോലെ, സൂസനെ പോലെ, മരിയ ഗോരിയത്തിയെ പോലെയൊക്കെ, വിശുദ്ധ അഗസ്റ്റിനെ പോലെയൊക്കെ എനിക്ക് പാപത്തെ തോൽപ്പിച്ച് ആത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ലോകമോഹങ്ങളെ ഉച്ഛിഷ്ടം പോലെ കരുതി എൻ്റെ കർത്താവിന് വേണ്ടി നിലകൊള്ളണം. അതിനുള്ളൊരു അഭിഷേകം ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് അനിവാര്യമാണ്. കാരണം എന്തെന്നറിയാമോ? മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ പാപത്തിനുള്ള സാഹചര്യം നമുക്ക് നമ്മുടെ കൺമുമ്പിലുണ്ട്. ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, ഒരു പാപം ചെയ്യാനുള്ള സാധ്യതകൾ ഇന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ലോകത്ത് സജ്ജമാണ്. അമേരിക്കയിൽ നടക്കുന്ന പാപം കേരളത്തിൽ ഏതെങ്കിലും കുഗ്രാമത്തിൽ മുക്കിൻ്റെ ഒരു മൂലയിൽ എത്താൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഇവിടെ ആത്മാവിൻ്റെ ശക്തി കൂടാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ഈ ഒരു ബോധ്യം ഉണ്ടാകട്ടെ. മാനുഷികമായ ശക്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ബലം കൊണ്ടോ എനിക്ക് ലോകത്തെയോ പാപത്തെയോ തോൽപ്പിച്ച് എൻ്റെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. എന്നാൽ ദൈവം വാഗ്ദാനം ചെയ്ത വ്യക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ സുഹൃത്തായ എൻ്റെ സന്തത സഹചാരിയായ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ എനിക്ക് ഇതിനെ അതിജീവിച്ച് മുന്നേറാൻ പറ്റും എന്ന ആഴമായ ബോധ്യത്തിൽ നിന്ന് നമ്മൾ കർത്താവിൻ്റെ കൂടെ അങ്ങോട്ട് ജീവിക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ കൃപ ഈ ദാസരുടെ മേൽ അവിടുന്ന് ഇപ്പം ചൊരിയണമേ. ചിലപ്പോൾ പാപത്തെയും ലോകത്തെയും തോൽപ്പിക്കാൻ പറ്റാതെ ആന്തരികമായി വിലപിക്കുന്ന ഒരുപാട് പേര് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ട്. ബലഹീനതകൾ, ഒരിക്കലും മാറ്റമില്ലാത്ത പാപ സ്വഭാവങ്ങൾ, നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്തകൾ, ആലോചനകൾ, പ്രവൃത്തികൾ, ചില കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ. എന്നാൽ ദൈവാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. അതിനെ തോൽപ്പിച്ച് ഉച്ഛിഷ്ടം പോലെ കരുതി നിനക്ക് തിരിച്ചു വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തി തരും. പരിശുദ്ധാത്മാവേ, ആ ഒരു ബലം ഇന്ന് ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ആരാധനയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ഒരു അഭിഷേകം ഓരോരുത്തരും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ആരാധന നിമിഷത്തിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് അത്യുന്നതൻ്റെ ശക്തി അയച്ച് ഈ തിന്മകളിൽ നിന്ന്, ഈ പാപ സാഹചര്യങ്ങളിൽ നിന്ന്, ഈ പാപപ്രലോഭനങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ, അതിനെ ഉച്ഛിഷ്ടം പോലെ കരുതാൻ
ശക്തമായ അഭിഷേകം നൽകണമേ. ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോരുത്തരും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. ആരാധന കൂടാതെ ആരും ധ്യാനം അവസാനിപ്പിക്കരുത്. ശക്തമായ അഭിഷേക ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അതിലൂടെ വലിയ കൃപ കർത്താവ് നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, കുറ്റബോധത്തിലേക്കല്ല, നിരാശയിലേക്കല്ല, ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യാശയിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കാം. നിത്യസഹായകനായ പരിശുദ്ധാത്മാവാകുന്ന ആ വ്യക്തിയാകുന്ന ദൈവത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. അവർ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസത്തെ ആരാധനയിലേക്ക് വചന ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഈശോ തൻ്റെ ആത്മാവിലൂടെ നമ്മോട് സംസാരിച്ചിരുന്നു. പാപത്തെയും ലോകത്തെയും കീഴ്മേൽ മറിക്കാനുള്ള ശക്തിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ പാപത്തെ തോൽപ്പിക്കാൻ, ലോകത്തെ തോൽപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ആ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കാനും നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മധ്യത്തിലേക്ക് ഈ രാത്രി ദിവികാരുണ്യനാഥനായി ഈശോ വരുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും പാപത്താൽ നിങ്ങൾ തോൽപ്പിക്കപ്പെട്ട ജീവിതമാണെങ്കിൽ, ലോകമോഹങ്ങളിൽ പൂണ്ടുകിടക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ നൽകുമെന്ന് ഉറച്ച് വിശ്വസിച്ച് അങ്ങനെ ഒരു നിയോഗം വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ആരാധനയിലേക്ക് സംബന്ധിക്കാനായിട്ട്. സാധിക്കുന്നവർ മുട്ടുകുത്തി നിന്ന് ദിവികാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. യേശു നമ്മുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരുപാട് അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും കലവറ തുറന്നു വെച്ചുകൊണ്ടാണ് വരുന്നത്. വിശ്വാസത്തോടെ മുട്ടുമേൽ നിന്ന് കരങ്ങൾ കൂപ്പി ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ഗാനം ആലപിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ. ഉന്നതനാം നായകനേ, വന്ദിതനാം ദായകനേ, സൗഖ്യത്തിൻ ദായകനേ, കർത്താതി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. ചേർന്ന് പാടി ആരാധിക്കാമോ? ശൈലവും എൻ കോട്ടയം, ഇതാ ജീവിക്കുന്ന ദൈവം അവനെന്റെ രക്ഷയും ഇമ്മാനുവേൽ നമ്മോട് കൂടെ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, യേശുവേ അവനെന്റെ ഉപനിധിയേ. പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. ചേർന്ന് പാടി. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. ചേർന്ന് പാടി. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ.
കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആരാധനയോടെ എഴുന്നേറ്റ് നിന്ന് സ്വർഗവാസിയോട് ചേർന്ന് ആരാധിക്കുകയാണ്. പരിശുദ്ധം നമ്മുടെ കൂടെയുണ്ട്, വിശുദ്ധർ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് മുമ്പേ ദൈവത്തെ ആരാധിച്ച മഹാന്മാര്, വിശുദ്ധാത്മാക്കളെ, പുണ്യാത്മാക്കളെ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് സർവശക്തിയോട് ആരാധിക്കുകയാണ്. ആരാധനയിൽ പിശുക്ക് കാണിക്കരുത്, അവിടെ കുറവ് കാണിക്കരുത്. നമ്മൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇതിനെ സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നമ്മുടെ സൃഷ്ടാവിനെയാണ്. കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അടുത്ത് നിൽക്കുന്ന ഒരു 8-10 പേർക്കെങ്കിലും കേൾക്കാവുന്നത്ര ഉറക്കെ മനസ്സ് തുറന്ന് കണ്ണുകൾ അടച്ച് ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരി കർത്താവേ, ഓ കുടുംബങ്ങളിൽ നിന്ന് ദിവികാരനാഥ അങ്ങ് ആരാധിക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കളെ ഇപ്പൊ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആബാ പിതാവേ, അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അങ്ങ് ആരാധിച്ച് വണങ്ങി വാഴ്ത്തി സ്തുതിക്കുമ്പോൾ അത്യുന്നതന്റെ ശക്തിയാൽ ഈ ദൈവജനം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവശക്തി കൊണ്ട് ഓരോരുത്തരും അഭിഷേകം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിക്കുക, മടുപ്പ് കൂടാതെ സ്തുതിക്കുക. അല്പനേരം ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച പ്രിയപ്പെട്ട ദൈവമക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി സാധിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക. മടുപ്പ് കൂടാതെ സ്തുതിക്കുക, നിന്നു പോകാതെ സ്തുതിക്കുക. മൈക്കിലൂടെ സ്തുതിക്കാൻ പറയുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ഭവനത്തിൽ സ്തുതിപ്പുയരട്ടെ. ഓ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വചനം 8:2 പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ശിശുക്കളുടെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ അതരങ്ങൾ കൊണ്ട് അവിടുന്ന് സുശക്തമായ ഒരു കോട്ട കെട്ടി. എന്തിനെന്നറിയാമോ? ശത്രുക്കളെയും രക്തദാഹികളെയും നശിപ്പിക്കാൻ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വരുമാന മാർഗങ്ങളെ ഒക്കെ നശിപ്പിക്കുന്ന പിശാചാവുന്ന ശത്രുവിനെ നശിപ്പിക്കാൻ ഇതാ സ്തുതിപ്പിന്റെ ഒരു കോട്ട കർത്താവ് കെട്ടി. ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതരങ്ങൾ കൊണ്ട് അതേ കോട്ട ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കെട്ടുകയാണ്. പൗലോസും ശീലാസും രാത്രിയിൽ ആ കാരാഗ്രഹത്തിൽ കിടന്ന് ആരാധിച്ചതുപോലെ കരങ്ങൾ ഉയർത്തി, എൻ്റെ ദൈവജനമേ, ഇപ്പോൾ സൃഷ്ടാവിനെ ആരാധിച്ച് സ്വരം ഉയർത്തുക. രോഗമുള്ളവർ ആ രോഗത്തെ ഓർത്ത് ആരാധിക്കുക. പാപത്തിൽ പൂണ്ടുപോയവർ ആ പാപത്തെ ദൈവത്തിന് സമർപ്പിച്ച് ആരാധിക്കുക. കടബാധ്യതയിൽ വലിയ ഞെരുക്കങ്ങളിൽ അകപ്പെട്ടു പോയവർ അതിനെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുക. ആ തിന്മകളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുക. ആ തകർച്ചകളെ ഓർത്ത് ആരാധിക്കുക. പോരാ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. എന്റെ കർത്താവേ, ഈ ധ്യാനത്തിന്റെ 2ാം ദിവസം ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. എന്റെ ദൈവമേ, പാപത്തെയും ലോകത്തെയും വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിലുള്ള മുള്ളുകളെയും മുൾച്ചെടികളെയും കത്തിച്ചു കളയണമേ. ഹല്ലേലൂയ. രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കാലാകാലങ്ങളായി വേരുപാകിയിരിക്കുന്ന അനർത്ഥങ്ങൾ, അപകട മരണങ്ങൾ, അത്യാഹിതങ്ങൾ, തിന്മകൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. പ്രാർത്ഥിക്കുവാനുള്ള, ദൈവത്തെ സ്തുതിക്കുവാനുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. മരവിച്ച ഞങ്ങളുടെ മനസ്സിനെ ആത്മാവിനാൽ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങളും ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഉയർത്തിപ്പിടിക്കുക. യേശു നാമം വിളിക്കുമ്പോഴും യേശു നാമത്തെ ആരാധിക്കുമ്പോഴും കെട്ടുകൾ പൊട്ടും.
ബന്ധനങ്ങൾ അഴിയും, അന്ധകാരം അകലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനത്തിലൂടെ കേട്ടു, ലോകത്തെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല പലർക്കും, പാപത്തെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് നമുക്ക് മുമ്പേ ഇവരൊക്കെ അനേകർ ഇതിനെ തോൽപ്പിച്ചത്? നമ്മൾ ജോസഫിനെ കുറിച്ച് കേട്ടു, നമ്മൾ സൂസനെ കുറിച്ച് കേട്ടു, നമ്മൾ മരിയാഗുര്യത്തെ കുറിച്ച് കേട്ടു. എങ്ങനെയൊക്കെയാണ് ഇവർ ആ പാപത്തെ എതിർത്ത് നിന്നത്? ദൈവാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകത്താൽ. പത്രോസ് എങ്ങനെയാണ് പാപത്തെ ജയിച്ചത്? ദൈവാത്മാവിൻ്റെ ശക്തിയാൽ. പൗലോസ്ലീ എങ്ങനെയാണ് പാപത്തെ ജയിച്ചത്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നിയാൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾ ഏതെങ്കിലും ഒരു ദുശീലങ്ങൾക്ക് അടിമയാണെങ്കിൽ, ഏതെങ്കിലും ഒരു തിന്മയ്ക്ക് അടിമയാണെങ്കിൽ, അതിൻ്റെ മേൽ വിജയം വരിക്കാൻ നിന്നെ ശക്തിപ്പെടുത്താനാണ് ദൈവം തൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത്. അത് നീ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ഈ ആരാധനയിൽ പങ്കെടുത്താൽ അത്ഭുതം ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നിന്നെ കണ്ണീരിലാഴ്ത്തുന്ന, നിന്നെ പിന്നോട്ടടിക്കുന്ന, നിന്നെ മറ്റുള്ളവരെ കുനിച്ചു നിർത്തുന്ന ആ നുഖത്തിൻ്റെ കെട്ടുകൾ ഇന്ന് കർത്താവ് പൊട്ടിക്കും. ലേവ്യർ 26:13 നിവർന്ന് നടക്കേണ്ടതിന് നിന്റെ നുഖത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടുന്ന് അത്ഭുതത്തിലെ രാജാവാണ്. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് നിന്നെ തോൽപ്പിക്കുന്ന ആ കെട്ടിൽ നിന്ന് അതിനെ തോൽപ്പിക്കുന്ന ഒരു ശക്തിയിലേക്ക് നീ ഉയരാൻ, നിന്നെ തോൽപ്പിക്കുന്ന ആ ശക്തിയെ നീ തോൽപ്പിച്ച് അതിന് മേൽ വിജയം വരിക്കാൻ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ നന്നായിട്ട് ഉയർത്തി എന്തുമാത്രം അഭിഷേകത്തോടെ നിനക്ക് സ്തുതിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് സ്തുതിക്കുമ്പോൾ ഈ ആത്മാവിന്റെ അഗ്നിയാൽ നിന്റെ മുള്ളും മുൾച്ചെടിയും കത്തിച്ചാമ്പലായി നിന്റെ മുഖത്തിന്റെ കെട്ടുകൾ പൊട്ടി യേശുക്രിസ്തുവിന്റെ മുഖം വഹിക്കുന്ന ഒരു ശാന്തശീലനായി നീ മാറും. കരങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വിളിക്കുക. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യേശുവെ എന്ന് വിളിച്ചോ, യേശുവിനെ സ്തുതിച്ചോ. നിങ്ങൾക്ക് അഭിഷേകം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ സ്തുതിക്കുക, സ്തുതിക്കുക. ആ സമയത്ത് അഭിഷേകം നിങ്ങളുടെ മേൽ വരും. സ്വർഗം തുറക്കപ്പെടും, സ്വർഗം തുറക്കപ്പെടും. അഭിഷേകം നിങ്ങളുടെ മേൽ കരകവിഞ്ഞൊഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. അനേകരെ കർത്താവ് സ്പർശിക്കുകയാണ്. അനേകം കുടുംബങ്ങളിൽ ദൈവത്തിന്റെ ചൈതന്യം ഇപ്പോൾ വ്യാപരിക്കുകയാണ്. അനേകം വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന വെളിപ്പെടുകയാണ്. സ്തുതിക്കട്ടെ. ചില രോഗികളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുകയാണ്. രോഗത്താൽ തകർക്കപ്പെട്ട ജീവിതങ്ങളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്ന വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. നിങ്ങളുടെ രണ്ട് കരങ്ങളും ശിരസിലേക്കൊന്ന് വെക്കുക. ഭവനങ്ങളിൽ എവിടെയായിരുന്നാലും രണ്ട് കരങ്ങളും തലയിലേക്കൊന്ന് വെക്കുക. ചിലരുടെ ജഡം അവരെ കീഴ്പ്പെടുത്തുന്ന കർത്താവ് എനിക്ക് ബോധ്യം തരികയാണ്. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കണം, ആത്മാവിനാൽ നിഹനിക്കണം. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും തലയിലേക്ക് വെച്ച്, ഒരുപക്ഷെ സാത്താൻ ഭരണം നടത്തുന്ന നിന്റെ ശരീരത്തിൻ്റെ അധികാരി പരിശുദ്ധാത്മാവാണ്. ഈ ആലയത്തിൻ്റെ അധികാരി പരിശുദ്ധാത്മാവാണ്. ഈ ആലയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെതാണ്. ദൈവാത്മാവ് വസിക്കുന്ന ഇടമാണ്. കരങ്ങൾ തലയിലേക്ക് വെക്കുക. എന്നിട്ട് ശക്തമായിട്ട് സ്തുതിക്കണം. അപ്പോൾ ശിരസ് മുതലുള്ള കാല് വരെ ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങി, ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങി നിന്റെ ജഡത്തെ കീഴ്പ്പെടുത്തുന്ന ആ തിന്മയിൽ നിന്ന് വിടുതലുണ്ടാവും. കരങ്ങൾ തലയിലേക്ക് വെച്ച്, രണ്ട് കൈകളും തലയിലേക്ക് വെച്ച്, കണ്ണുകൾ അടച്ച് ലജ്ജ കൂടാതെ സ്തുതിക്കണം. ചിലർക്ക് കുടുംബങ്ങളിൽ അപ്പൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ കൂടെയൊക്കെ നിന്ന് സ്തുതിക്കുമ്പോൾ ഒരു ലജ്ജ, ഒരു മടി, അത് പാടില്ല. അഭിമാനത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ നിന്നെ രഹസ്യ ജീവിതത്തിൽ നിന്നെ കീഴ്പ്പെടുത്തുന്ന ആ പാപത്തിൻ്റെ ദുഷ്ടാത്മാവ് വിട്ടുപോകുന്ന സമയമാണ്. അടുത്ത് നിൽക്കുന്ന ഒരു 8-10 പേരെങ്കിലും കേൾക്കാവുന്ന സ്വരത്തിൽ കണ്ണുനീരോടെ ഒരു 2-3 മിനിറ്റ് നിർത്താതെ അങ്ങ് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന, ആരാധന. സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധാത്മാക്കളോട് ചേർന്ന്, സ്വർഗവാസിയോട് ചേർന്ന്, പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന്, ദൈവമേ, ഇപ്പോൾ കരങ്ങൾ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനും ഓരോ മകളും അവരുടെ ജഡത്തിന്റെ താല്പര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആ മുൾച്ചെടിയിൽ നിന്ന് ഇവർ മോചനം പ്രാപിക്കട്ടെ കർത്താവേ. കെട്ടുകൾ പൊട്ടട്ടെ കർത്താവേ. അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ കർത്താവേ. ദുഷ്ടത വിട്ടുമാറട്ടെ. രോഗമാണെങ്കിലും പാപമാണെങ്കിലും ലോകമോഹമാണെങ്കിലും ജഡിക താല്പര്യമാണെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ അഗ്നിയാൽ ഇവര് ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം ജീവിതങ്ങളെ കർത്താവ് സ്പർശിക്കുകയാണ്. അനേകരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു. അനേകം കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന വെളിപ്പെടുകയാണ്. സ്തുതിക്കുക, നിർത്താതെ സ്തുതിക്കുക. ഹല, 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 ഹല. സ്തുതിപ്പ് ഒരു സമയം പോകുന്ന കാര്യമായിട്ട് ചിന്തിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന പരിശുദ്ധാത്മാവേ, ആരാധന പരിശുദ്ധാത്മാവേ. ഇവിടുന്ന് പാട്ട് പാടുമ്പോൾ പാപത്തിന്റെ ശക്തി, ലോകത്തിന്റെ ശക്തിമേൽ വിജയം വരിക്കാൻ വേണ്ടിയാണ് പാടുന്നത്. ആത്മാവ് അത് ചെയ്തു തരും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്തു തരും പ്രിയപ്പെട്ടവരെ. വിശ്വാസം
വിശ്വാസത്താൽ ഗായകരോട് ചേർന്ന് നമ്മൾ പാടി പാടി പരിശുദ്ധാത്മാവിനെ ആരാധിക്കുമ്പോൾ നിന്റെ മുള്ളും മുൾച്ചെടിയും ഇന്ന് കത്തിച്ചാമ്പലായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ആരാധന. സ്തുതിച്ച് ആരാധിക്കുക, സ്തുതിച്ച് ആരാധിക്കുക. യേശു ആരാധന, ആരാധന, ആരാധന. അഭിഷേകം വ്യാപരിക്കുന്ന കർത്താവേ, യേശുവേ ആരാധന, ആരാധന. കണ്ണുകൾ തുറന്ന് കൈകൾ അടിച്ച് നിങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിലേക്ക് നോക്കി പാടി ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകം ഈ COVID-19 കാലഘട്ടത്തിൽ ലോകത്തെ തോൽപ്പിക്കുന്ന ഒരു അഭിഷേകം, പാപത്തെ പരാജയപ്പെടുത്തുന്ന അഭിഷേകം, പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന ഒരു അഭിഷേകം, മുള്ളും മുൾച്ചെടിയും ദഹിപ്പിക്കുന്ന ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. പാടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് മുന്നാട് കൈയടിച്ച് ചേർന്ന് വലിയ ആനന്ദത്തോടെ പരിശുദ്ധാത്മാവേ, അനേക അഭിഷേകം പ്രാപിക്കുന്നു. ആത്മാവേ, അഗ്നിയായി നിറയണമേ. ചേർന്ന് പാടി അഗ്നിയായി നിറയണമേ. ഹല്ലേലൂയ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. കൈകളടിച്ച് രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവം ദൈവമേ അഗ്നിയയക്കൂ. ചേർന്ന് പാടാം. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേൽ ശാപത്തിൻ ശക്തിമേൽ നിന്റെ അഗ്നി അയക്കുക. ആത്മാവം ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവേ, അഗ്നിയായി നിറയണമേ. യേശുവേ, ആത്മാവേ, അഗ്നിയായി നിറയണമേ. ആ നിൽക്കുന്നിടത്തുനിന്ന് ഇടതോട്ടും വലതോട്ടൊക്കെ ഒന്ന് അനങ്ങി ഈ ജഡത്തെ തോൽപ്പിക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പാടുകയാണ്. രണ്ട് വശത്തെയും കൈകളൊക്കെ ഒന്ന് അടിച്ച് ഇടതോട്ടും വലതോട്ടൊക്കെ ഒന്ന് അനങ്ങി സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്. ജഡത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന സാത്താന്റെ കെട്ടുകളെ ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിക്കുന്ന രാത്രി, ഇന്നുവരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ദുശീലങ്ങളെ തകർക്കുന്ന രാത്രി, പരിശുദ്ധാത്മാവേ, മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ചേർന്ന് പാടിക്കെ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം പരിശുദ്ധാത്മാവേ, ഓ അഗ്നിയാൽ ചാമ്പലാകട്ടെ. അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, അഗ്നിയായി നിറയണമേ. അപ്പച്ച പാടി പ്രാർത്ഥിച്ചേ. ആത്മാവേ, സഹോദര സഹോദരി, മോനെ മോളെ പ്രാർത്ഥിക്കുക. നിറയണമേ. ഗ്ലോറി ഗ്ലോറി. നന്നായിട്ട് കൈയടിച്ച് ഇടതോട്ട് വലതോട്ട് അനങ്ങി അടുത്തുള്ളവരെ നോക്കി ഒന്ന് ചിരിച്ച് സന്തോഷത്തോടെ ആരാധിക്കുക. പരിശുദ്ധാത്മാവ് ആദിമസഭയിൽ നിറഞ്ഞപ്പോൾ അവർ പുതുവീഞ്ഞു കുടിച്ചവരെ പോലെ ആയില്ലേ? അതുപോലെ നമ്മുടെ മേൽ ആത്മാവിന്റെ അഗ്നി ഇറങ്ങി നിന്റെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന, ലജ്ജയിലേക്ക് നയിക്കുന്ന, ദാഷ്ട്യത്തിലേക്ക് നയിക്കുന്ന അതിനൊക്കെ കത്തിച്ചു കളയാണ്. സ്വാതന്ത്ര്യം നൽകുകയാണ്. സത്യാത്മാവ് വരുമ്പോൾ നീ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും. പരിശുദ്ധാത്മാവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കും. ജീസസ്. കൈയടിച്ച് പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്മേൽ ഭരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. ചേർന്ന് പാടി. കൈകൾ ഉയർത്തി അടിച്ച് ഗ്ലോറി ഗ്ലോറി.
അഗ്നിയായി നിറയണമേ. പാടിക്കേ. ആത്മാവേ ഓ പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. ജീസസ് ജീസസ്. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ കരങ്ങൾ താഴ്ത്തി അടിച്ച് ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവം ദൈവമേ അഗ്നി അയക്കൂ. ചേർന്ന് ആവർത്തിച്ച് പാടുക. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, കണ്ണുകൾ അടച്ചു പാടുക. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവം ദൈവമേ അഗ്നി അയക്കൂ. ആവർത്തിച്ച പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി ശക്തിയോടെ പാടി എല്ലാവരും ചേർന്ന്. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി പരിശുദ്ധാത്മാവേ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവം ദൈവമേ അഗ്നി അയക്കൂ. പരിശുദ്ധാത്മാവേ, അനേകരെ ഉണർത്തുന്നു ദൈവം. അനേകരുടെ കെട്ടുകൾ പൊട്ടുന്നു. വലിയ അഭിഷേകം വ്യാപരിക്കുന്നു. ദൈവമക്കളെ ഉണരുക. ജീസസ്. ആത്മാവം ദൈവമേ അഗ്നി യേശുവേ 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 യേശുവേ. കുടുംബങ്ങളിൽ ആത്മാവ് വ്യാപരിക്കട്ടെ, നിറയട്ടെ, മുള്ളും പൊളിച്ചടിയും കത്തട്ടെ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ വീശി ഒന്ന് ചേർന്ന് വീശിക്കേ. എല്ലാവരും ചേർന്ന് ശക്തിയോടെ പാവ. മുള്ളു പൊട്ടട്ടെ, മുള്ളുകൾ കത്തട്ടെ, മുൾച്ചെടി കത്തട്ടെ, ബന്ധനം പൊട്ടട്ടെ. ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് സ്തുതിച്ച് സ്തുതിച്ച്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുക സ്തുതിക്കുക, നിർത്താതെ സ്തുതിക്കുക. എല്ലാവരും ആദരങ്ങൾ ചലിക്കട്ടെ, നാമം ചലിക്കട്ടെ. യേശുവേ 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 യേശുവേ. ഓ ആ ശുദ്ധിയിലേക്ക് വിശുദ്ധി ഇറങ്ങട്ടെ, കെട്ടുകളിലേക്ക് വിശുദ്ധി ഇറങ്ങട്ടെ. ഓ പരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും ആത്മാവിന്റെ അഗ്നി ഇറങ്ങി ഇറങ്ങി വരട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന. ജീസസ്. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാരൂപിക്ക് അടിമ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ വചനം പഠിപ്പിച്ചു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. ഈ അടിമത്വം പേറാനല്ല നമ്മുടെ ജീവിതം, സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിച്ചത്, മനുഷ്യപുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ലോകം പാഴ്വാക്കുകളാൽ, തെറ്റായ ബോധ്യങ്ങളാൽ, തെറ്റായ പഠനങ്ങളാൽ, തെറ്റായ സുഖങ്ങളാൽ നമ്മളെ പാപത്തിലേക്ക്, പാപത്തിൻ്റെതായ മാലിന്യങ്ങളിൽ, ലോകമോഹങ്ങളിൽ കുടുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കുക, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിൻ്റെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. എവിടെയാണ് നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടത്? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലേക്ക് വന്ന് മാമുദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നീ സ്വീകരിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനം നിന്നിൽ പാപബോധം ജനിപ്പിക്കും, നിന്നിൽ പശ്ചാത്താപം ജനിപ്പിക്കും, നിന്നെ നീതിവിധി, ന്യായവിധിയുടെ കാര്യം ബോധ്യപ്പെടുത്തും. അതിന് ആത്മാവിനോട് ചേർന്ന് നീ നിൽക്കണം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകും, പാപബോധം നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേദനയും കണ്ണീരും പ്രാർത്ഥനയും.
പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പൂണ്ടപ്പോൾ, നീ പാപത്തിൻ്റെ സുഖം തേടിപ്പോയപ്പോൾ, ഒരുപക്ഷെ ഈ ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നതും ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ വൃഥാവിലാണ്, അതൊക്കെ ഒരു പാഴ്വേലയാണെന്ന് ചിന്തിച്ചപ്പോൾ നീ ആത്മാവിനെതിരായി, ദൈവത്തിൻ്റെ ചിന്തകൾക്കെതിരായി, ദൈവാരൂപിയുടെ പ്രവർത്തനത്തിനെതിരായി സംസാരിക്കുകയായിരുന്നില്ലേ, ചിന്തിക്കുകയായിരുന്നില്ലേ? ദൈവത്തോട് മാപ്പി ചോദിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ ധ്യാനത്തിന് 2ാമത്തെ ദിവസം, നാളെ അഭിഷേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ, ശക്തമായ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, ഇന്നെനിക്ക് പാപബോധം നൽകണമേ, എനിക്ക് പശ്ചാത്താപം നൽകണമേ, എന്നെ തോൽപ്പിക്കുന്ന ഈ ലോകത്തെ കീഴ്പ്പെടുത്താൻ ഒരു ശക്തി ഇന്ന് എനിക്ക് തരണമേ. കർത്താവെ, കുമ്പസാരമില്ലാതെ, കൃപാനയില്ലാതെ ഞാൻ ഞെരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് രാത്രി അങ്ങയുടെ ആത്മാവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് പകരണമേ. കുറ്റപ്പെടുത്താത്ത, പാപം ചെയ്താലും തെറ്റ് ചെയ്താലും ദൈവത്തെ ഉപേക്ഷിച്ചാലും കുറ്റപ്പെടുത്താതെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഇവിടെ നീരടി പാടുമ്പോൾ അത് കേട്ട് മനസ്സുകൊണ്ട് പാടണം, അല്ലെങ്കിൽ അതരം തുറന്ന് പാടണം. അറിയാമെങ്കിൽ കണ്ണടക്കുക, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കണ്ണുനീരൊഴുകട്ടെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരൊഴുകട്ടെ. നിങ്ങൾക്ക് ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ കരയും, സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ കരയും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നീ വേദനിപ്പിക്കുമ്പോൾ കരയാറുണ്ടോ? ഈ പാപത്തെ ലോകത്തെ തോൽപ്പിക്കാൻ വേണ്ടി നിന്റെ കൂട്ടുകാരനായി തന്ന നിന്റെ പരിശുദ്ധാത്മാവിനെ, സന്തത സഹചാരിയെ, നിന്റെ സ്നേഹിതനെ നീ വേദനിപ്പിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു തുള്ളി കണ്ണീർ നിന്റെ വീട്ടിൽ വീഴട്ടെ, നിന്റെ കാൽപാദങ്ങളിലേക്ക് വീഴട്ടെ. കണ്ണടച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവമേ, പരിശുദ്ധാത്മാവേ, ചൊരിയുക നിൻ സ്നേഹം. ആ വലിയ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ, പാപം ചെയ്തിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവനെ എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ, ചൊരിയുക നിൻ സ്നേഹം. ചേർന്ന് പാടിക്കേ പ്രിയപ്പെട്ടവരെ, അതരം തുറന്ന്. കർത്താവേ, ആത്മാവാൻ ദൈവമേ, ചൊരിയുക നിൻ ശക്തി. പാപത്തെ തോൽപ്പിക്കാൻ, ലോകത്തെ തോൽപ്പിക്കാൻ ശക്തി. ചൊരിയുക നിൻ ശക്തി. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കുന്നു. ശക്തി തരിക. എല്ലാവരും ചേർന്ന് പാടി. ആത്മാവാം ദൈവമേ, ചൊരിയുക നിൻ ശക്തി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാവാൻ ദൈവമേ, ചൊരിയുക നിൻ കൃപകൾ. കൃപകൾ കൃപകൾ ഒഴുകട്ടെ പ്രിയപ്പെട്ടവനെ. ചേർന്ന് പാടിക്കുക സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവേ, ദൈവമേ, ചൊരിയുക നിൻ വരങ്ങൾ. പാടുന്നു. പരിശുദ്ധാത്മാവേ, come Holy Spirit, fill with fire. അഭിഷേകത്തിലേക്ക് ഉയരുകയാണ്. ആരാധിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവേ, ജഡത്തെ തോൽപ്പിക്കുകയാണ്. അനേകരുടെ ജഡത്തെ കീഴ്പ്പെടുത്തുന്ന ശക്തി ഇതാ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് തിന്മ വിട്ടുപോവുകയാണ്. കുടുംബങ്ങളിൽ നിന്ന് പാപസ്വാധീനം വിട്ടുപോവുകയാണ്. എല്ലാവരും സ്തുതിക്കുക. യേശു ആരാധന, ആരാധന, ആരാധന. ഓ രോഗികൾ ഇപ്പോൾ ഉച്ചത്തിൽ സ്തുതിച്ച് കർത്താവ് രോഗികളെ സ്പർശിക്കുന്നതായി വെളിപ്പെടുന്നു. രോഗമാണ് നിന്റെ മുള്ളെങ്കിൽ അത് കർത്താവ് കത്തിക്കുകയാണ്. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, ആരാധന, ആരാധന. ഇതാ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന
ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയാണ്. സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ കടഭാരത്താൽ ഞെരുങ്ങുന്ന വ്യക്തിയെ കർത്താവ് ഇതാ സ്പർശിക്കുന്നു. കരങ്ങൾ ഉയർത്തി ചങ്കുപറ്റി വിളിച്ച യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല പല പാപ സ്വഭാവങ്ങളിൽ പൂണ്ടുകിടക്കുന്നവർക്ക് വലിയ വിടുതൽ, ഇതാ വലിയ സൗഖ്യം വ്യാപരിക്കുന്നു. യേശു ആരാധന, ആരാധന, ആരാധന. അനേകരെ കർത്താവ് സ്പർശിക്കുന്നു, അനേകരുടെ മേൽ കൃപ ഒഴുകുന്നു. സ്തുതിച്ച് സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവാൻ ദൈവമേ ചൊരിയുക നിൻ സൗഖ്യം, ആത്മാവാൻ ദൈവമേ ചൊരിയുക നിൻ സൗഖ്യം, ചൊരിയുക നിൻ സൗഖ്യം. പാടിക്കേ, കണ്ണുനീരോടെ പാടിക്കേ. പരിശുദ്ധാത്മാവേ, heal them Jesus, heal them Jesus. യേശുവിന്റെ മുറിവിനാൽ, യേശുവിന്റെ ആത്മാവിനാൽ കരങ്ങൾ കൂപ്പി. വലിയ ആശ്വാസം. ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ മുട്ടുകുത്തി നിൽക്കുകയാണ്. സാധിക്കുന്നവർ മുട്ടുകുത്തുക, അല്ലാത്തവർ നിന്നുകൊണ്ട് ഈശോയിലേക്ക് നോക്കി ഗാനമാലപിച്ച് ആശീർവാദത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വിടുതലും സൗഖ്യവും നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.